അത് അമേരിക്കയിലുള്ള രണ്ട് സയൻറ്റിസ്റ്റുകളായിട്ടുള്ള റിച്ചാർഡ് ബാനർ എന്നും ജോൺ ഗന്നർ എന്നും പേരുള്ള രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇതിൻ്റെ പിറവിക്ക് നിദാനമായത്. പല മൊഡാലിറ്റീസിലേക്ക് ഞാനും കണക്റ്റഡ് ആയിട്ടുണ്ട്. ഞാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടത് ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യപ്പെട്ട് വരുന്നവരെല്ലാം തന്നെ ഇതെല്ലാം പയറ്റി തെളിഞ്ഞിട്ടാണ് വരുന്നത്. അവിടെയും മൈൻഡാണ് അവിടെയും അപ്ലൈ ചെയ്യുന്നത്. മൈൻഡിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അത് ജോത്സ്യനെ കണ്ടിട്ട് അതിൻ്റെ പരിഹാര പൂജകളുമായിട്ടൊക്കെ പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈ സോൾ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. സോൾ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെയും ആൾക്കാർ പല രീതിയിൽ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. സാരി കൊടുത്തുകൊണ്ട് വരുന്ന സോൾ, കുർത്ത ഇട്ടുകൊണ്ട് വരുന്ന സോൾ, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. മാനസിക തലത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 50% വിധിയെ മാറ്റാൻ സാധിക്കും. നമസ്കാരം. ദി അമേസിംഗ് ഡേ ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ രാഹുൽ കാർത്തിക് സാർ തന്നെയാണ്. സാർ നമസ്കാരം. നമസ്തേ. പല മൊഡാലിറ്റികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ ആക്സസ് ബാറേഴ്സ്, ഹിപ്നോട്ടൈസർ, പിന്നെ അതുപോലെ NLP, ഒരുപാട് മൊഡാലിറ്റികൾ ഉണ്ട്. ഇപ്പം എനർജി ഹീലിംഗ്. അപ്പോൾ ഇത്തരം മൊഡാലിറ്റികൾ ചെയ്യുന്ന ആൾക്കാർ ശരയോഗയിലേക്ക് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അഡാപ്റ്റബിലിറ്റി ഉണ്ടോ? മീൻസ് അത് പെട്ടെന്ന് അവരുമായിട്ട് സിങ്കായി പോകുന്നുണ്ടോ? സാറിൻ്റെ ശിഷ്യരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കിയാലേ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സാർ. തീർച്ചയായിട്ടും മറുപടി പറയാം. എനിക്ക് തോന്നുന്നു അങ്ങയും വ്യത്യസ്തമായ മൊഡാലിറ്റികൾ ചിലർക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആദ്യം അതിനെക്കുറിച്ച് അങ്ങയിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ മറുപടിയിലേക്ക് വരാം. അപ്പോൾ അങ്ങ് എന്ത് പ്രാക്ടീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാർ, ഞാൻ NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൽ ഗ്രാൻഡ് മാസ്റ്ററാണ്. കാലടി ആത്മഹത്യ എന്നാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ മറ്റ് മൊഡാലിറ്റികളെ സംബന്ധിച്ച് നോക്കിയാൽ ഇതിനകത്ത് ഒരു വ്യത്യാസം വെച്ചാൽ ഇത് വളരെ റീസെൻ്റായിട്ട് ഫോം ചെയ്തിട്ടുള്ള 1970കളിലാണ് ഈ NLP ഫോം ചെയ്തത്. അത് അമേരിക്കയിലുള്ള രണ്ട് സയൻറ്റിസ്റ്റുകളായിട്ടുള്ള അവർ റിച്ചാർഡ് ബാനർ എന്നും ജോൺ ഗന്നർ എന്നും പേരുള്ള രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇതിൻ്റെ പിറവിക്ക് നിദാനമായത്. അപ്പോൾ അത് ശരിക്കും ജസ്യൂട്ട് പ്രീസ്റ്റുകളാണ് ഇതിൻ്റെ പ്രചാരകരായിട്ട് വന്നിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ഒരു ജസ്യൂട്ട് പ്രീസ്റ്റ് കേരളത്തിലേക്ക് വരികയും അവരത് പ്രചരിപ്പിച്ച് അതിൻ്റെ ഒരു പിൻപറ്റി വന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് എനിക്കിത് പകർന്നു തരുന്നത്. ഫാദർ ടോബി എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റാണ്, ജസ്യൂട്ട് പ്രീസ്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇത് ശരിക്കും ഒരു മൊഡാലിറ്റികൾ എന്ന് പറയുന്നതിലുപരിയായിട്ട് ഒരു സൈക്കോളജിക്കൽ ടൂളെന്നാണ് ഞാൻ NLP വിശേഷിപ്പിക്കുന്നത്. ഒരു മാജിക് തെറാപ്പിയാണ്. സിസ്റ്റർ ആനി മെരിയ NLPയെ കുറിച്ച് എഴുതിയ ബുക്കിൻ്റെ പേര് തന്നെ മാജിക് തെറാപ്പി എന്നാണ്. എനിക്ക് തോന്നുന്നു ഈ ഇപ്പം എല്ലാവരും ചെയ്യുന്ന മൊഡാലിറ്റിക്ക് ശ്രേഷ്ഠത അവകാശപ്പെടാറുണ്ട്. ഞാൻ അങ്ങനെ ആ രീതിയിലല്ല ഞാൻ ചിന്തിച്ചത്. മീൻസ് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ള ആശയ സംവേദനം, അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനം. നമ്മളിപ്പം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് 3 വേർഡാണല്ലോ. സാറിന് അതിനെപ്പറ്റി എന്തെങ്കിലും? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ശരയോഗയുടെ പ്രാക്ടീസ് പൂർണ്ണമായിട്ടും ശരയോഗയുടെ പ്രാക്ടീസിലേക്ക് വന്നിട്ടൊരു വ്യാഴവട്ടക്കാലമൊക്കെ ആയിരുന്നു. ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞു. ഞാനിതിനു മുമ്പ് ഈ പറയുന്ന പല മൊഡാലിറ്റീസും, അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ പല മൊഡാലിറ്റീസിലേക്ക് ഞാനും കണക്റ്റഡ് ആയിട്ടുണ്ട്. ഞാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ ഫാദർ ടോബി അച്ഛൻ്റെ അടുത്തുനിന്ന് തന്നെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു NLP ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിപ്നോട്ടിസവും പല സ്ഥലത്തു നിന്നും ഹിപ്നോട്ടിസത്തിൻ്റെ കോഴ്സുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട് വർഷങ്ങൾ. അപ്പോൾ പിന്നെ റൈക്കി, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൽ പലരും ഈ പറയുന്ന പല മൊഡാലിറ്റീസും, പ്രത്യേകിച്ചും ഹീലിംഗ് മൊഡാലിറ്റീസ്, റൈക്കി, പ്രാണിക് ഹീലിംഗ്, ആക്സസ് ബാർ, ഇങ്ങനെ പല നമ്മുടെ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടത് ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യപ്പെട്ട് വരുന്നവരെല്ലാം തന്നെ ഇതെല്ലാം പയറ്റി തെളിഞ്ഞിട്ടാണ് വരുന്നത്. ഇവരെല്ലാവരും ഇതെല്ലാം പോയി പഠിക്കാൻ ശ്രമിച്ചു, പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഇതിലേക്കും വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ ഇതും കുറച്ച് പഠിക്കാൻ ആദ്യകാലങ്ങളിൽ ഇതിനെക്കുറിച്ചും ഈ പറയുന്ന NLP പോലെ, ആക്സസ് ബാർ പോലെ, മറ്റ് എനർജി പ്രാക്ടീസസ് പോലെ പലതും നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ച് അത് കഴിഞ്ഞ് ശരയോഗയിലേക്ക് വരുമ്പോൾ ദ ഹ്യൂജ് ഡിഫറൻസ്, ഒരു വലിയ വ്യത്യാസം ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മൈൻഡ് റിലേറ്റഡ് പ്രാക്ടീസുകളാണ്. അതെ, ശരയോഗ പൂർണ്ണമായും പ്രാണബോധത്തിൻ്റെ പ്രാക്ടീസാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ വാക്കിലതേ ഉള്ളൂ. ബാക്കി ഞാൻ കണ്ട എല്ലാ പ്രാക്ടീസുകളും ഹാപ്പൻസ് ഇൻ മൈൻഡ്. ഒരു എനർജിയെ ഇൻവോക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും മൈൻഡാണ് ഇൻവോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റേക്കി ഒരു ജപ്പാനിൽ നിന്ന് ഉത്സൈ മാസ്റ്ററിൽ നിന്ന് ഉത്ഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ
എനർജി ഹീലിംഗ് രീതിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് റൈക്കിയെക്കുറിച്ച്. അപ്പോൾ റൈക്കി അവിടെ ഒരു റൈക്കി എനർജിയെ ഇൻവോക്ക് ചെയ്ത് ആ റൈക്കി എനർജി ഉപയോഗിച്ച് ഹീൽ ചെയ്യാനാണ് റൈക്കി പറയുന്നത്. എക്സസ് ബാറിൻ്റെ ടെക്നിക്സ് അത് ഉപയോഗിച്ചിട്ട് ആ എക്സസ് ബാർ എനർജി ഉപയോഗിച്ചിട്ട് അവിടെ കറക്ഷൻസ് വരുത്താനാണ് അവർ പറയുന്നത്. പ്രാണിക് ഹീലിംഗ് അത് തന്നെയാണ്. ഹിപ്നോട്ടിസം കുറച്ചും കൂടി വളരെ വ്യക്തമായിട്ട് മൈൻഡിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ ട്യൂൺ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഒരു മനുഷ്യനെ ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി ഒക്കെ ഉണർത്താനാണ് ഹിപ്നോട്ടിസം. അവിടെയും മൈൻഡാണ് അവിടെയും അപ്ലൈ ചെയ്യുന്നത്. മൈൻഡിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ NLP ഒരു മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് തന്നെയാണ് വരുന്നത്. പ്യൂർലി മൈൻഡ് റിലേറ്റഡ് പ്രാക്ടീസാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്യൂർലി മൈൻഡ് റിലേറ്റഡ് പ്രാക്ടീസാണ്. അതുകൊണ്ടാണ് ട്രെയിനിങ്ങിലെല്ലാം ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആൾക്കാരുടെ ഇൻട്രാക്ഷൻ ഉള്ള ട്രെയിനിങ് എല്ലാം NLP ബേസ് ആയിട്ട് പോകുന്നു. ഇതിന് വളരെ രസകരമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഈ പ്രാക്ടീസിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തും. ഒരു സാധാരണക്കാരനെ നമ്മൾ ചിന്തിച്ചാൽ ഒരു പ്രാക്ടീസിനെ കുറിച്ചും എനർജി പ്രാക്ടീസിനെ കുറിച്ചും അറിയാത്ത ഒരു സാധാരണ ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാൾ, അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം അയാൾ ചിന്തിക്കുന്നത് ഗ്രഹങ്ങളാണ്, സെലസ്റ്റിയൽ ബോഡീസാണ് എൻ്റെ അനുഭവങ്ങളെല്ലാം സ്വാധീനിക്കുന്നത്. ജനിച്ചപ്പോൾ ഉള്ള ഗ്രഹമല്ല, എൻ്റെ ജാതകത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥ, എൻ്റെ ഓരോ ദശാസന്ധികൾ, ഓരോ ദശകൾ, ഇതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യവും നിർഭാഗ്യവും വരുന്നതെന്നാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുന്നത് സെലസ്റ്റിയൽ ബോഡീസാണ്, ഈ പറയുന്ന ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ഒക്കെയാണ്. എൻ്റെ എല്ലാ അനുഭവങ്ങളും, എൻ്റെ നല്ലതും കെട്ടതുമായ എല്ലാ അനുഭവങ്ങളുടെ അടിസ്ഥാനം ഈ പറയുന്ന ഏതൊക്കെയോ ഗ്രഹങ്ങളും അതിൻ്റെ നിലയുമാണ് എന്നെ സ്വാധീനിക്കുന്നതെന്നാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനെ വിശ്വസിച്ച് അതിനെ പരിഹരിക്കാനും ഒക്കെ പല ശ്രമങ്ങളും നമ്മൾ നടത്താറുണ്ട്. ക്ഷേത്രങ്ങളിൽ പൂജയായിട്ടും ജ്യോത്സ്യനെ കണ്ടിട്ട് അതിൻ്റെ പരിഹാര പൂജകളുമായിട്ടൊക്കെ പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇതിനൊരു ഉത്തരം ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രധാനപ്പെട്ട 3 ശരീരങ്ങളാണുള്ളത്. 96 തത്വപ്രകാരം പ്രധാനപ്പെട്ട 3 ശരീരങ്ങൾ. അത് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ഈ സോൾ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. സോൾ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെയും ആൾക്കാർ പല രീതിയിൽ വ്യാഖ്യാനിച്ചു. അതെ, ആത്മാവ്, സാരി കൊടുത്തുകൊണ്ട് വരുന്ന സോൾ, കുർത്ത ഇട്ടുകൊണ്ട് വരുന്ന സോൾ, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഐ ഡിഫൈൻ സോൾ as കോൺഷ്യസ്നസ്, ശുദ്ധബോധം, പ്യുവർ കോൺഷ്യസ്നസ്. ശുദ്ധബോധമാണ് ശരിക്കും സോൾ എന്ന് പറയുന്നത്, പ്രാണബോധമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മാവെന്ന് പറയുന്ന തലത്തിലേക്ക് ഞാൻ അതിനെ നിർവചിക്കുന്നില്ല. അപ്പോൾ ശരീരവും മനസ്സും ഈ പ്രാണന് 3 തലങ്ങളാണുള്ളത്. ഇതാണ് സ്ഥൂലവും സൂക്ഷ്മവും കാരണവും. നമുക്ക് നമ്മുടെ സ്ഥൂലത്തെ നമ്മുടെ വരുതിയിലാക്കിയാൽ, നമ്മൾ സ്ഥൂലബോധത്തിൽ നമ്മുടെ ശരീരത്തെ നമുക്ക് ആ ശരീരബോധത്തിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങളെ നമുക്കൊരു 10%, നമുക്ക് നമ്മുടെ വിധിയെ നമുക്കൊരു 10% മാറ്റാൻ സാധിക്കും. 10%. എനിക്കതിപ്പോൾ അങ്ങോട്ട് ചോദിക്കാൻ വരുമായിരുന്നു. അതായത് ഉദാഹരണമായിട്ട് ജനിച്ചപ്പോൾ ചൊവ്വാദോഷം എന്ന് പറഞ്ഞൊരു ദോഷം ആരോപിക്കപ്പെടുന്ന ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ കുറ്റം കൊണ്ടല്ല അവരിലേക്ക് ഇത് ആരോപിക്കപ്പെട്ടത്. ചിലപ്പം ജ്യോതിഷന്റെ പിഴവ് പോലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നേഴ്സ് കുറിച്ചു കൊടുക്കുന്ന ജനനത്തീയതി, ജനനസമയം കറക്റ്റ് ആവണമെന്നില്ല. ഇതെല്ലാം നിലനിൽക്കെ തന്നെ അത്ര ഒരു ദോഷവും പേറി കല്യാണയോഗമില്ലാതെ വർഷങ്ങളോളം നിലയിച്ച് ജീവിക്കുന്ന ഒരുപാട് ഹിന്ദു പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ നമുക്ക് എങ്ങനെ, ഏത് രീതിയിലാണ് സാറിൻ്റെ പ്രാക്ടീസ് ഇതിലേക്ക് സഹായിക്കാൻ സാധിക്കുക? അവരുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു ദോഷത്തിൻ്റെ 10% മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഞാൻ 10% എന്ന് പറഞ്ഞത് ശാരീരിക തലമാണ് പറഞ്ഞത്. ഈ ചൊവ്വാദോഷം ഹാപ്പൻസ് ഇൻ മൈൻഡ് കറക്റ്റ്, അത് ശരീരത്തിലല്ല. അപ്പോൾ അതിൻ്റെ ശാരീരിക തലത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഇപ്പോൾ 2 വ്യക്തികൾ, നമ്മൾ ഏകദേശം സമപ്രായക്കാരും അല്ലെങ്കിൽ ഒരുപോലുള്ള ആരോഗ്യസ്ഥിതിയുള്ളവരും ഒക്കെ ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് 2 പേർക്കും ഒരേ സമയം ഒരു ജീവിതശൈലി രോഗം ഉണ്ടായി എന്ന് ഇരിക്കട്ടെ, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. 2 പേർക്കും ഒരേ സമയം ഷുഗർ, ഡയബറ്റീസ് വന്നു. അപ്പോൾ നമ്മൾ 2 പേരും അതിനെ നേരിടാൻ പോവുകയാണ്. അപ്പോൾ അതിനെ നേരിടാൻ പോകുന്നത് ശാരീരിക തലത്തിൽ ചില ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് നേരിടാൻ പോകുന്നത്. അതായത് അങ്ങയുടെ ജീവിതചര്യ ഒന്ന് ക്രമീകരിച്ചു, ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി, ഭക്ഷണം, ഡയറ്റെല്ലാം വളരെ ശ്രദ്ധിച്ചു, മധുരമൊക്കെ ഒഴിവാക്കി, എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ അതിനെക്കുറിച്ച് ബോധേടല്ല, എനിക്ക് ഷുഗർ വന്നു, ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല.
ഞാൻ എന്ത് ചെയ്യുകയാണ്, പഴയ രീതിയിൽ തന്നെ എൻ്റെ ഭക്ഷണ രീതി തുടരുകയാണ്, തെറ്റായ ജീവിത ശൈലി തുടരുകയാണ്, വ്യായാമം ചെയ്യുന്നില്ല, കൃത്യമായിട്ട് മെഡിസിൻസ് എടുക്കുക, ഒന്നും ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങയുടെ അസുഖം ഒരുപാട് കുറഞ്ഞതായിട്ടും എൻ്റെ അസുഖം കുറേ കൂടിയതായിട്ടും കാണാൻ പറ്റും. അതെ അല്ലേ? അപ്പോൾ ശാരീരികമായ തലത്തിൽ ഒരു കൺട്രോൾ കൊണ്ടുവന്നപ്പോൾ ഒരു 10% ആ വിധി, ഷുഗർ എന്ന് പറയുന്ന ഒരു വിധിയെ അങ്ങേക്ക് മറികടക്കാൻ സാധിച്ചു. പക്ഷേ ആ ശാരീരിക തലത്തിൽ പോലും കൺട്രോൾ വരുത്താത്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. ഇനി രണ്ടാമത്തെ തലത്തിലേക്ക് വരാം. അതിനും ഒരു ഉദാഹരണം, ഞാനൊരു എക്സാമ്പിൾ ഈ അസുഖത്തെ ബേസ് ചെയ്ത് തന്നെ പറയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരേ പ്രായത്തിലുള്ള ഒരേ ആരോഗ്യസ്ഥിതിയിലുള്ള 2 പേര്, അവർക്ക് ജീവിതശൈലി രോഗമായ ഷുഗർ വന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷുഗർ അല്ല വരുന്നത്, 2 പേർക്കും ഒരേ സമയം ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. ഒരേ ടൈപ്പ് ക്യാൻസർ, അത് ഒരേ സ്റ്റേജ് നിൽക്കുകയാണ്, വളരെ ഒരു അഡ്വാൻസ് സ്റ്റേജ് നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ശാരീരിക തലത്തിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ഈ ഷുഗർ വന്നു എന്നുള്ളതിനേക്കാളും കുറേ കൂടി സിവിയർ ആണല്ലോ ഈ അവസ്ഥ. അപ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ദി മൈൻഡ്. കാരണം മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു ചിന്ത കൂടി വരും, മരണഭയം കൂടി ഉണ്ടാവും. അപ്പോൾ അവിടെ സൂക്ഷ്മം പ്രവർത്തിക്കാൻ തുടങ്ങും. സൂക്ഷ്മം പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് 2 രീതിയിൽ പ്രവർത്തിക്കും. ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്കിനി ഒരു രക്ഷയില്ല, എനിക്കിത് എന്തുകൊണ്ട് വന്നെന്നറിയില്ല, എൻ്റെ കർമ്മദോഷം കൊണ്ട് വന്നതായിരിക്കാം, എൻ്റെ പൂർവ്വജന്മ ദോഷം കൊണ്ട് സംഭവിച്ചതായിരിക്കാം, ഇതിനിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കും. അവന് ആ ഹോപ്പ് നഷ്ടപ്പെട്ടു. അത് മാനസിക തലത്തിലാണ്. ഹോപ്പ് നഷ്ടപ്പെടുന്നു. പിന്നെ അവന് സ്വാഭാവികമായിട്ട് ശരീരത്തിലോ മനസ്സിലോ ഒന്നും ശ്രദ്ധിക്കാൻ, അവൻ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. സ്ലോലി ഹി വിൽ ഡൈ. അവൻ മരിച്ചു. ആ രോഗം അവനെ കീഴ്പ്പെടുത്തും, വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്തും. ഡോക്ടർ പറയുകയാണ് 3 മാസത്തിന് കൂടുതൽ ജീവിക്കില്ല എന്ന് പറഞ്ഞാൽ 3 മാസം അവൻ ജീവിക്കത്തില്ല, അതിന് മുമ്പ് മരിച്ചു. അപ്പോൾ ആ രോഗിയിൽ മാനസിക തലത്തിൽ ആ സൂക്ഷ്മ ശരീരത്തെ അവൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനേ അവന് പറ്റിയില്ല. ആ മനോനിയന്ത്രണം അവന് സാധിച്ചില്ല. ആ ഒരു സത്യം, ഈ ഒരു രോഗം ഉണ്ടെന്ന് പറയുന്ന സത്യത്തിനെ അവന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അതിനെ അവൻ ഭയത്തോടു കൂടി കണ്ടപ്പോൾ അവൻ അതിനെ മറികടക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് സൂക്ഷ്മത്തിൽ കൺട്രോൾ ഇല്ലാതെ പോയി, മാനസിക തലത്തിൽ കൺട്രോൾ ഇല്ലാതെ പോയി, അവൻ പരാജയപ്പെട്ടു. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? അങ്ങനെ രോഗം വന്നു, ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറല്ല, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഞാൻ അങ്ങനെ മരിക്കാൻ തയ്യാറല്ല, ഞാൻ ഇതിനെ മറികടക്കും. ദാറ്റ് ഈസ് എ ഡിറ്റർമിനേഷൻ ഓഫ് മൈൻഡ്. മാനസിക ബലം കൊണ്ട് ഞാനിതിനെ മറികടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിനെ എന്ത് ചെയ്യുകയാണ്? അവനെ മാനസിക തലത്തിൽ ആ ധൈര്യത്തോടു കൂടി ആ രോഗത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ 3 മാസം ആയുസ് പറഞ്ഞാൽ അവൻ 3 വർഷം ജീവിക്കും. അതിന് എത്ര ഉദാഹരണങ്ങളുണ്ട്. നടന്ന സംഭവം സുഹൃത്തും സിനിമയാക്കിയത്. അതെ. ഇന്നസെന്റ് ഒരു ഉദാഹരണമല്ലേ. ഇന്നസെന്റ്, അദ്ദേഹത്തിന് ക്യാൻസർ, ഒന്നിലധികം തവണ ക്യാൻസറിന്റെ വിവിധ സ്റ്റേജുകൾ അദ്ദേഹത്തിന് തിരിച്ചറിയപ്പെട്ടപ്പോഴും അദ്ദേഹം പുസ്തകം എഴുതിയത് തന്നെ ക്യാൻസർ വാർഡിലെ ചിരി എന്നാണ്. അപ്പോൾ അദ്ദേഹം മാനസിക തലത്തിൽ അതിന് ഡൗൺ ആയി പോവാതെ, അദ്ദേഹത്തിന് ചികിത്സിക്കാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല വിഷയം, മാനസിക തലത്തിലാണ് അദ്ദേഹം അതിനെ നേരിടാൻ തീരുമാനിച്ചത്. ആ മാനസിക തലത്തിൽ ആ രോഗത്തെ നേരിട്ടപ്പോൾ അദ്ദേഹത്തിന് 3 മാസം എന്ന് പറയുന്ന ഒരു ആയുസിനെ ചിലപ്പോൾ 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാനസിക തലത്തിൽ നമ്മളൊരു പ്രശ്നത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ, ശാരീരിക തലത്തിൽ 10% ചേഞ്ച് ഉണ്ടാകുന്നതെങ്കിൽ മാനസിക തലത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 50% വിധിയെ മാറ്റാൻ സാധിക്കും. 50 നമ്മൾ നേരത്തെ പറഞ്ഞ മൊഡാലിറ്റീസിലെല്ലാം ഈ 50% പോസിബിളാണ്. NLPയിലും പോസിബിളാണ്, ഹിപ്നോട്ടിസത്തിലും പോസിബിളാണ്, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രാക്ടീസിലും ഈ 50% പോസിബിലിറ്റി ഉണ്ട്, സാധ്യതയുണ്ട്. അത് സക്സസ് ആവും. പക്ഷേ 50% അല്ലേ ആയുള്ളൂ. ബാക്കി 50% ഇവിടെ പോയി. ദാറ്റ് ഹാപ്പൻസ് ഇൻ പ്രാണ. അത് പ്രാണമയ കോശത്തിൽ നിൽക്കുന്നവന് മാത്രമേ ആ 100% സക്സസ്സിലേക്ക് എത്താൻ പറ്റൂ. അവൻ ആ പ്രാണബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഏതവസ്ഥയെ നിങ്ങൾ നേരിടാൻ തയ്യാറായാലും ദെയർ വിൽ ബി നോ കൺഫ്യൂഷൻ. എനിക്ക് വന്ന അവസ്ഥയ്ക്ക് കർമ്മവും കർമ്മദോഷവും പൂർവ്വജന്മവും പുനർജന്മവും പുണ്യവും പാവവും ഒന്നും ബാധിച്ചിട്ടില്ല. എൻ്റെ പ്രാണബോധത്തിൽ നിന്നുകൊണ്ട്, ആ പ്രാണബോധത്തിൽ ക്ലാരിറ്റിയാണ്, അദ്വൈതമാണ് പ്രവർത്തിക്കുന്നത്. ആ ക്ലാരിറ്റിയിൽ അവന് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ അവസ്ഥയെ മറികടക്കാനുള്ള ഇൻറ്റ്യൂഷൻസ്, ആ അവസ്ഥയെ മറികടക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് വിൽ കംസ് ഫ്രം ഹിസ് ഇന്നർ സെൽഫ്. അവൻ്റെ പരമഗുരുവിൽ നിന്ന്, അവൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ വെളിച്ചത്തിൽ നിന്ന്, വിജ്ഞാനമയ കോശത്തിൽ നിന്ന് അവന് മാർഗം തെളിഞ്ഞു കിട്ടും. അതിലൂടെ അവനതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതാണ് ശരയോഗയുടെ വ്യത്യാസം മറ്റു മൊഡാലിറ്റീസുമായിട്ട്.